ആക്രമിച്ചെന്ന നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരൻ കസ്റ്റഡിയിൽ. എളമക്കര പോലീസ് സംഘം മുംബൈയിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത്. അമേരിക്കയിൽ നിന്നും എത്തിയ സനൽകുമാർ ശശിധരനെ ലുക്കൌട്ട് നോട്ടീസിനെ തുടർന്ന് മുംബൈ വിമാനത്താവളത്തിൽ തടഞ്ഞുവെക്കുകയായിരുന്നു. കൊച്ചി സിറ്റി പോലീസിന്റെ നിർദ്ദേശപ്രകാരം തന്നെ മുംബൈ വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചിരിക്കുകയാണെന്ന സനൽകുമാർ ശശിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിവരം പുറത്തായത്. കൊച്ചി പോലീസും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നിയമപരമായി പെരുമാറുമെന്ന് പ്രതീക്ഷിക്കുന്നതായും FB പോസ്റ്റിൽ ഉണ്ടായിരുന്നു. ജനുവരിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ സനൽകുമാർ ശശിധരനെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് അമേരിക്കയിൽ നിന്നും എത്തിയ സനൽകുമാർ ശശിധരനെ മുംബൈ വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചത്. ഞാൻ തിരുവനന്തപുരത്തേക്ക് പറയുന്നതാണ്. സാധാരണഗതിയിൽ ഞാൻ യൂത്തിൽ നിന്ന് ഇന്ന് 4 മണിക്കാണ് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയത്. സഹാർ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. ഇല്ല, വെള്ളം പോലും ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എന്നെ പിടിക്കാൻ വേണ്ടി അവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് എളമക്കര പോലീസിൽ നിന്ന് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ കുറ്റവാളിയായിരിക്കണം. അവർ പറയുന്നതനുസരിച്ച് വളരെ പ്ലിൻസി ആയിട്ടുള്ള ഒരു കേസാണ്, സ്റ്റോക്കിംഗ് കേസ് എന്നാണ് പറയുന്നത്. അതിന് ഇത്ര വലിയ ഒരു ബിൽഡപ്പ് ഒക്കെ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് അവിടുന്ന് ആള് വന്ന് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയൊന്നും കൊലക്കുറ്റമൊന്നും ചെയ്തില്ലല്ലോ ഞാൻ. സനൽകുമാർ ശശിധരനെ എളമക്കര പോലീസ് സംഘം മുംബൈയിലെത്തി കസ്റ്റഡിയിലെടുത്തു. ഉടൻ കൊച്ചിയിലെത്തിച്ച് ചോദ്യം ചെയ്യും. അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ചിട്ടുള്ള ലുക്കൌട്ട് സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ മുംബൈ എയർപോർട്ടിൽ തടഞ്ഞു വെച്ചത്. നമ്മൾ കസ്റ്റഡിയിലെടുക്കും, എടുത്തിട്ട് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്തിട്ട് ശേഷം അത് എലമക്കര കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്ത് അവിടെ തടഞ്ഞു വെച്ചത്. ബാക്കി നമ്മൾ നടപടി അതിനനുസരിച്ച് ഏൽപ്പിക്കും. ഇതേ നടിയുടെ പരാതിയിൽ 2022 സനൽകുമാർ ശശിധരനെതിരെ എളമക്കര പോലീസ് കേസെടുത്തിരുന്നതാണ്. അന്ന് അറസ്റ്റിലായതിനു പിന്നാലെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ആദ്യ കേസിന് പിന്നാലെ നിരന്തരമായി പിന്തുടർന്ന് ശല്യപ്പെടുത്തുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുകയും ചെയ്തുവെന്നായിരുന്നു നടിയുടെ രണ്ടാമത്തെ പരാതി. റിപ്പോർട്ടർ, കൊച്ചി.